അസ്സലാമലൈക്കും. നമസ്കാരം കൂട്ടുകാരെ. ചെടികളെയും പൂക്കളെയും കൃഷിയെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അത് നമ്മളിന്ന് വന്നതെന്ന് വെച്ചാല് നമ്മളെ ഇതൊക്കെ തയ്യുമ്പോ കൊടുക്കാൻ വെച്ചാണ് മിസ് വേൾഡ് ഉണ്ട്, പിന്നെ ഡ്രൈ കളർ ഉണ്ട്. ഡ്രൈ കളറൊക്കെ എന്താ ഒരു വർഷമൊക്കെ എന്താ പറയാ 1-2 വർഷം പഴക്കമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പൊ അതിൻ്റെതായ വിലകളും ഉണ്ട്. അതിപ്പോ വില എന്ന് വെച്ചാല് 500 റുപ്യ മുതൽ ആ മേലോട്ട് വില വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ല, ഇത് ഡ്രൈ കളറാണ്. പിന്നെ ഇവിടെ ഒന്നും അതിന്റെ കാട് മൂടി കിടക്കായിരുന്നു കേട്ടോ. അപ്പൊ പുല്ലൊക്കെ ഒന്ന് പോക്കി ഒന്ന് എന്താ പറയാ റെഡിയാക്കി കൊണ്ടുവരണം. പിന്നെ എന്താപ്പാ പിന്നെ അതാ ഇതെന്നാണ് നമ്മൾ ചെയ്ത് വെച്ച ചുറ്റി വെച്ച അതായില്ലേ. ഇത് പക്ഷെ ഇനിയും പൂക്കൾ വിരിയാനുണ്ട്. പിന്നെ സീസൺ കഴിയാനായില്ലേ. സീസൺ മഴ വന്നവരെ ബോഗൺവില്ലേ പൂക്കൾ ഉണ്ടാവും. നമ്മളിങ്ങനെ പഴകിയ ഇലയൊക്കെ മാറ്റി കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒരു വൃത്തിയാവും കേട്ടോ ചെടി. പഴകിയ ഇലയും പൂക്കളും നമ്മൾ മാറ്റി കൊടുക്കുക. വേണ്ടല്ല, നല്ല ഭംഗിയില്ലേ. അപ്പോൾ നിങ്ങളെ പുരയിലൊക്കെ ഇങ്ങനെ വള്ളിയായി കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ കേട്ടോ. ഇത് അതുകൊണ്ട് ചുറ്റിച്ച് കൊടുക്കുക. പക്ഷെ ഇതിങ്ങനെയൊന്നല്ല, ഇതിലും നിറയെ പൂക്കൾ വിരിയാനുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ഉണ്ടാവും. പിന്നെ ഇതും അതുകൊണ്ട് നമ്മൾ ചുറ്റിച്ച് വെച്ചതാണ്. കുറേ ചുറ്റിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി റെഡിയാക്കാനുണ്ട്. നമ്മൾ നേരിയ കമ്പിയൊക്കെ വെച്ചിട്ട് ഈ പഴയ പൂക്കളൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. നേരിയ കമ്പിയൊക്കെ വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഞാൻ ഈ പൂക്കളൊക്കെ ഇതിൻ്റെ വെറുതെയാണ് കിട്ടും. വെറുതെ ഇട്ട് കൊടുക്കുന്നതായാലും വലിയ കാര്യമൊന്നുമില്ല. അപ്പം അതൊക്കെയാണ്. പിന്നെ കുറച്ച് ചെടികൾ നമ്മൾ എന്താ പറയുക ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചാണ്. ഇവിടെ പുല്ല് നന്നാക്കേണ്ടിട്ട് ഓരോ ചെടികൾ ഈ ഭാഗത്തേക്ക് വേണം മാറ്റി വെച്ചാൽ. മഴ ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ കുറവാണ്. മൊണാലിസ അതാ, പിന്നെ സൺറൈസ് വൈറലായ മൊണാലിസ മൊണാലിസ അല്ല, ചെടി ബോഗൺവില്ലയിലെ മൊണാലിസ. ഓക്കെ. പിന്നെ സൺറൈസ് ഉണ്ട്. പിന്നെ അതോണം സണ്ണ് നല്ലോണം റൈസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്റെ തല പൊള്ളിക്കുക. നല്ല സുഖമല്ലേ. പിന്നെ അതുപോലെ നമ്മളെ ഫയറോപ്പാൽ ഓറഞ്ച് ആണ് കേട്ടോ വരുന്നത്. പക്ഷെ പൂക്കൾ അങ്ങോട്ട് ആകുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഫ്ലവർ ആണ് കേട്ടോ. ഇത് ഓരോരുത്തരുടെ വീഡിയോയിൽ കാണാം. എന്തൊരു ഭംഗിയാ ഈ ഫയറോപ്പാൽ ഓറഞ്ച്. അങ്ങനെ കോഴിക്കോട് പാപ്പിനെ കാണുമ്പോഴേക്ക് കണ്ടില്ല. പൂച്ച പാപ്പേൻ്റെ കഴിയുക. ഒരു പത്തുന്നുണ്ട് എല്ലാ അവസ്ഥ. പിന്നെ പല ഓറഞ്ച്, ഫ്ലെയിം റെഡ്, റൂബി റെഡ്, ഈ 3 എനിക്ക് വാങ്ങണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല വിലയാണ്. അങ്ങനെ കുഞ്ഞ് എന്താ ഇത്രയുള്ള ഇത്ര മാത്രം ഇതാ ഇവിടുന്ന് മേലോട്ട് വലിപ്പമുള്ള 3 പ്ലാന്റ് വാങ്ങി. ഒന്ന് റൂബി റെഡ്, ഒന്ന് ഫ്ലെയിം റെഡ്, ഒന്ന് ഫയറോപ്പാൽ ഓറഞ്ച്. അങ്ങനെ 3 എണ്ണം വാങ്ങിയതാട്ടോ. പക്ഷെ 3 ഒരേ കളർ പൂക്കളാണെന്നാ തോന്നുന്നത്. അതിൽ 2 എണ്ണത്തിൽ വിരിഞ്ഞ് 200 റുപ്യ ഒന്നിന്. ഇതിനൊക്കെ വിലയുള്ള ചെടികളാണ്, നമ്മള് കൊടുക്കുന്നോണല്ല. അപ്പം പിന്നെ ഇതിലിനി പൂക്കൾ വിരിയാനുണ്ട്. ഇത് മിക്കവാറും ഇതിൽ പെട്ടത് തന്നെയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ചെടികളൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പൂക്കളുള്ള ചെടി മാത്രം വാങ്ങുക. വില കൊടുത്ത് വാങ്ങിയാലും അത് പൂക്കളുള്ള വാങ്ങുക. അല്ലാണ്ട് ഇന്നെ പോലെ ലാഭം നോക്കി ചെറുത് മാത്രം വാങ്ങാണ്ടിരിക്കുക. ചെറിയ വാങ്ങിയാൽ പൂക്കൾ വിരിയുമ്പോൾ നമ്മളെ കയ്യിലുള്ള പൂക്കൾ തന്നെ ആയിരിക്കും, പറയാൻ പറ്റൂല. ഇലകളൊന്നും കണ്ട നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ചില ചെടികളൊന്നും. അപ്പം അതൊക്കെയാണ്. പിന്നെ എന്താ പറയാ, പിന്നൊന്നും പറയാനില്ല. മെനയാ നമ്മൾ വീഡിയോ ഇട്ടില്ല അല്ലേ? മെനയാന്ന് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ ഫാമിലിയിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു മോന് മരണപ്പെട്ട് 13 വയസ്സായ.
അപ്പോൾ ഓൻ്റെ അസുഖം എന്ന് വെച്ചാൽ അപ്പോൾ ഓൻ്റെ അസുഖം 13 വയസ്സായതിനും പ്രായമുള്ളത്. അപ്പോൾ ഓന് കഴുത്തിൻ്റെ അടുത്തൊരു ഈ കയല വീക്കം എന്നൊക്കെ അല്ല മുണ്ടി വീക്കം എന്നൊക്കെ പറയൂലേ, അതുകൊണ്ടൊരു വീക്കം പോലെ കണ്ട് ഇപ്പം ഏതാണ്ട് ഇപ്പോൾ ഒരു 5-8 മാസമായി. അങ്ങനെ അത് കണ്ട് അത് ഡോക്ടറെ കാണിച്ച് നമ്മൾ സാധാ വിചാരിക്കും പണ്ടേ ഈ മുണ്ടി വീക്കൊക്കെ ഉണ്ടാവില്ലേ, അതായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് 2 ദിവസം അടയിച്ച് രാവിലെ ചെല്ലാൻ വേണ്ടി പറഞ്ഞ്. അങ്ങനെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, നമ്മളെ നാട്ടിൽ തന്നെ കാണിച്ചത്, ഡോക്ടർ പറഞ്ഞ് പിന്നെ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒന്നെങ്കിൽ നമ്മൾ കോഴിക്കോടാണ്, അപ്പോൾ കോഴിക്കോട് നിന്ന് ഉള്ളോട്ടാണ് നമ്മൾ, ഒരു ഗ്രാമത്തിലാണ്, ഈയാട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് നമ്മൾ. അപ്പോൾ പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ കാണിച്ചത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക, അല്ലെ ബേബി ഹോസ്പിറ്റലിലോ മിംസിലോ അങ്ങനെ എവിടെയെങ്കിലും കാണിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പിന്നെ എന്താ പറയുക മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ച് ആ കാണിക്കൽ 2 മാസം മെഡിക്കൽ കോളേജിലായിരുന്നു കേട്ടോ. അതിൻ്റെ മുമ്പേ രാവിലെ ചെല്ലാൻ വേണ്ടി പറഞ്ഞല്ലോ. അങ്ങനെ 2 ദിവസം അടയിച്ച് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സാധാ മുന്തിരിക്കോ അല്ല എന്നാ തോന്നുന്നത്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ട് അതിനും പോയി. അപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഈ 2 മാസം മോൻ്റെ ഉപ്പയും മോനും ഈ മെഡിക്കൽ കോളേജിലാണ് പല ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഓന് ചെറിയ എന്തോ ഒരു വിഷയം ഉണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെയായി 2 മാസം. പിന്നെ അവിടുന്ന് പിന്നെ വന്ന് പിന്നെ ഒരു പല വഴി അന്വേഷിച്ച് നോക്കി. അങ്ങനെ ലാസ്റ്റ് ഒരു മലപ്പുറം തലശ്ശേരിയോ ഭാഗത്ത് എവിടെയോ ആണ്, മലപ്പുറം ഭാഗം അവിടെ എവിടെയോ ആണ് ഹോസ്പിറ്റലിൽ കാണിച്ച്. അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ആയിട്ട് ഈ ഒരു ഇത്രയും അന്ന് മുതൽ ഇന്ന് വരെ ഈ മോന് വേണ്ടിയിട്ട് ഈ ഉപ്പയും ഉമ്മയും ഓലും ഇവിടെ വീടും വേറെ 2 മക്കളൂടെ ഉണ്ട്. അപ്പോൾ ഇവർ ഉപ്പയും ഉമ്മയും അവിടെ തന്നെയാണ് ഹോസ്പിറ്റലിൽ അവിടെ തന്നെ നിന്ന്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീട് എടുത്ത് ചെറിയ റൂമോ എന്തോ കാര്യങ്ങളോ എടുത്ത് അവിടെ തന്നെ നിന്ന് ഇതുവരെ ഓൻ്റെ കൂടെ എന്താ പറയുക നിന്ന് ഓനെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി എന്താ പറയുക കഴിവിൻ്റെ പരമാവധി സ്വന്തം ഒരു 10 സെൻറ്റ് ഒരു വീടുണ്ട്, അത്യാവശ്യം ഒരു നിലയിൽ നല്ലൊരു വൃത്തിക്കുള്ളൊരു വീടുണ്ടായിരുന്നു. ആ വീട് പോലും വിൽക്കാൻ വെച്ച് മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി. അപ്പോൾ അത് നാട്ടുകാരെല്ലാം കൂടി എന്താ പറയുക വീട് വെക്കണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ അതിനുള്ള സാമ്പത്തികമൊക്കെ എല്ലാവരും സഹായിച്ച് അപ്പോൾ വീട് വിറ്റിട്ടില്ല. അപ്പോൾ ഇവന് വേണ്ടി ഇതുവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, പക്ഷേ ഓന് എങ്ങനെയാണ് ഞങ്ങളെ വിട്ടു പോയി. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഓന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കാണ് പറയാനുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ മക്കളുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, രക്തക്കുറവൊക്കെ മക്കൾക്ക് ഉണ്ടെങ്കിൽ ചെറുപ്പത്തിലെ ശ്രദ്ധിച്ച് അതിന് വേണ്ടിയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ മുണ്ടി വീക്കോ അങ്ങനെ ഇപ്പോൾ ഒരുപാട് കാണുന്നുണ്ട് ചെറിയ മക്കൾക്കൊക്കെ ഈ മുണ്ടി വീക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തൂടെ മുഴകൾ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് എന്താ പറയുക തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റിയാൽ കുറേ കൂടി നമുക്ക് നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താനൊക്കെ പറ്റിയായിരിക്കും. പിന്നെ പഠിച്ചവൻ്റെ വിധി എന്താ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ പ്രത്യേകം ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കാനും ആ മോൻ്റെ പരലോകത്തെ സ്വർഗത്തിലാണ് എന്നാലും നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. നിങ്ങളെ പ്രാർത്ഥനയിൽ എൻ്റെ കുടുംബത്തിനെയൊക്കെ ഉൾപ്പെടുത്തുക. മോൻ്റെ ഫോട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഓനെ നമുക്ക് ഇതിൽ ഓൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ 2-2.5 വർഷം പോരായി. നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ഓന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ലൈക്കായിട്ടും കമൻ്റായിട്ടും അങ്ങനെയൊക്കെ ഓനാലെ പറ്റുന്ന രീതിയിൽ ഓന് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളെ പ്രാർത്ഥനയിൽ ഓന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഓൻ്റെ എന്താ പറയുക അത്രയും ഓൻ്റെ പരലോക വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ വീടുകളിലൊക്കെ മക്കളുണ്ട്. ആ മക്കൾക്കൊക്കെ ഇങ്ങനത്തെ മാരക രോഗങ്ങൾ തൊട്ട് പടച്ചോൻ കാക്കട്ടെ.
പിന്നെ അതുപോലെ വലിയോലേ എല്ലാവരെയും പഠിച്ചവൻ കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനല്ല പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കൊരു തലവേദന വന്നാൽ മതി കേട്ടോ. നമുക്ക് എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും ഉള്ളത് വിറ്റ് പെറുക്കി പോണ ഒരവസ്ഥയാണ്. ഒരു ചെറിയ തലവേദന മതി. നമ്മളെത്ര അഹങ്കരിച്ച് നിന്നിട്ടും കാര്യമില്ല. ഒരു രോഗം വന്നാൽ നമ്മളെല്ലാം കഴിഞ്ഞ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.